ഗൈസ് നാട്ടിൽ നിന്ന് സാധനമുണ്ട്. ഹേ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ ഈ ഔട്ട്ഫിറ്റൊക്കെ കണ്ടിരിക്കുന്നത് പറയാൻ പറ്റും, ഞാൻ വീട്ടിലാണ് നിൽക്കുന്നത്. സോ നാട്ടിൽ നിന്ന് ചെറിയൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, നമുക്കത് അൺബോക്സ് ചെയ്യാം. അപ്പം ഗൈസ് നാട്ടിൽ നിന്ന് സാധനമുണ്ട്. ഗൈസ് വീട് മൊത്തം കുറച്ച് മെസ്സായിട്ട് കിടക്കുക, ക്ഷമിക്കണം. ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് നാട്ടിൽ നിന്ന് കൊറിയർ വരുന്ന. ഫസ്റ്റ് ടൈമും നമുക്ക് കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതാ അയച്ചത്. ഇപ്പം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അയക്കാനുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൊറിയർ അയച്ചത്. പിന്നെ ചെറിയ മറ്റേ എന്താ പറയുക കറി പൗഡേഴ്സ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതാണ് നമുക്ക് നാട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ. നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛനമ്മ അയച്ചിരുന്നതാണ്. നമ്മുടെ കുറച്ച് കറി മസാല പൗഡർ അങ്ങനെ കുറേ കാര്യങ്ങൾ. ആക്ച്വലി നമ്മളത് ഇവിടെ നിന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് എനിക്ക് എൻ്റെ ലൈസൻസും കാര്യങ്ങളും നാട്ടിൽ നിന്ന് അയക്കേണ്ട ആവശ്യം നിൽക്കും. ലൈസൻസ് മാത്രം അയക്കാനായിട്ട് 3000 rupees. സോ കുറച്ചുകൂടെ സാധനങ്ങൾ അയച്ചു കഴിഞ്ഞാൽ എന്തായാലും കിലോ അനുസരിച്ചേ വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഞാൻ എന്തൊക്കെ എന്താ പറയുക സാധനങ്ങൾ കൊണ്ടുവന്നു, പിന്നെ ഏത് വഴിയാണ് അയച്ചതെന്നൊക്കെ ഞാൻ പരിചയപ്പെട്ടു തരാം. അപ്പം അഡ്രസ്സ് മാറ്റി വെച്ചപ്പോൾ ഞാൻ ചെയ്യാം. അടുത്തോട്ട് വന്നു. ഇതാണ് നമുക്ക് അയച്ചേക്കുന്ന കൊറിയർ. ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. കുറേ ആക്കടി കവറുകളും കാര്യങ്ങളും ഉണ്ട്. ഇതെൻ്റെ ലൈസൻസ് ആണ് ഗൈസ്. കാരണം ഞാനിവിടെ വരുന്നതിന് 1 മാസം മുമ്പ് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞുകൊണ്ട് ഇൻഷുറൻസിൻ്റെ കാര്യത്തിനായിട്ട് ലൈസൻസ് വീട്ടിൽ തന്നെ വെച്ചിട്ടാണ്. അതിനിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 3 months ആവാൻ പോകുന്നു. ഇപ്പോഴാണ് എനിക്ക് അവിടുത്തെ വണ്ടിയുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വണ്ടി ഇറക്കി കിട്ടിയത്. ഇതാണ് എൻ്റെ ലൈസൻസ്. ഇതാണ് പ്രധാനമായിട്ട് ഞാൻ അയച്ചു വാങ്ങിച്ചത്. പിന്നെ ഈ സാധനം ഇത് മറ്റേ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, അമ്മു എനിക്ക് ബർത്ത്ഡേക്ക് ഒരു മാക്ബുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു അഡാപ്റ്ററാണ്. കാരണം മാക്ബുക്കിലുള്ളത് അറിയാം, നിങ്ങൾക്ക് C ടൈപ്പേ ഉള്ളൂ. സോ USB SD കാർഡൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു ഹബ്ബ് വേണം. അപ്പം ഞാനിത് നാട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. ഇവിടെ നോക്കിയപ്പോൾ അറൗണ്ട് $20 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1800-2000 22-26 ഒക്കെ വരുന്നത്. അപ്പം 2000 രൂപ ആ റേഞ്ചൊക്കെ വരുന്നു. അപ്പം ഞാൻ പിന്നെ ആമസോൺ പ്രൈം ഇല്ലാത്തതുകൊണ്ട് ഡെലിവറി എക്സ്ട്രാ ആണ്. ഞാൻ ഷോപ്പിൽ നിന്ന് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. നാട്ടിൽ 1000 രൂപയ്ക്ക് അകത്തേ ചെയ്തുള്ളൂ. എന്തായാലും കൊറിയർ അയക്കുന്നുണ്ട്, സാധനങ്ങളെല്ലാം ചെയ്തു. അടുത്തോട്ട് വന്ന് പിന്നെ ഇത് അമ്മുവിൻ്റെ കുറേ ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് നാട്ടിൽ നിന്ന് അയച്ചു തന്നിരിക്കുന്നത്. ബ്യൂട്ടി അല്ല, സ്കിൻ കെയർ. ഓക്കെ, ഇത് നോ ഐഡിയ, മസ്കാര ആണെന്ന് തോന്നുന്നു. നോ ഐഡിയ. കാജൽ. കാജൽ. കുറച്ച് കടുകുണ്ട്, ജീരകം, ഗരം മസാല, സാമ്പാർ പൊടി, ഒരു സാമ്പാർ പൊടി ഉണ്ട്. ഓണമൊക്കെ അല്ലേ നമ്മൾ മറ്റേ സെക്കവരട്ടി കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ മസാലയുണ്ട്, മിക്സറുണ്ട്, ഉണക്കിയ മുളക്. ഇതിന് എന്താ പറയാന്ന് എനിക്ക് കറക്റ്റ് പേരറിയില്ല. ഇതിന് എന്താ പറയാ, വറ്റൽ മുളക് എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. നിങ്ങളോട് എന്താ പറയാന്നറിയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് കപ്പലണ്ടി, കുറച്ച് ഉലുവ, ഇതെന്താ മല്ലിയല്ല. ഓക്കെ, സോറി. പിന്നെ ഗരം മസാല ഓരോരും കൂടെ ഉണ്ട്. മറ്റേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വിടുന്ന മസാലയുടെ പേരറിയില്ല കഴിച്ച്, എനിക്കിതിൻ്റെ പേരറിയില്ല. ഇത് മഞ്ഞപ്പൊടിയും കുരുമുളകും ഉണ്ടെന്ന് തോന്നുന്നു. മല്ലിപ്പൊടിയുണ്ട്. മല്ലിപ്പൊടി. പിന്നെ ഇത് മുളക് പൊടി. ഗൈസ്, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും സാധനം എനിക്ക് നാട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് അയക്കാനായിട്ട് എനിക്ക് അറൗണ്ട് 8000 rupees ആയി. ഞാൻ ആക്ച്വലി ഇത് അയക്കത്തില്ലായിരുന്നു. എനിക്ക് ആ ലൈസൻസ് അയക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും ഒരു 3000 Indian rupees വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്ത് അയച്ചത്. ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അയച്ചായിരുന്നു. അന്ന് ഏകദേശം 10-15 കിലോയ്ക്ക് 12,000 രൂപ DHL വഴിയാണ് അയച്ചത്. നമ്മൾ ചൊവ്വാഴ്ച അയക്കുകയാണ് ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ അവിടെ നിന്ന് വെച്ചു. ഇന്നിവിടെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്ക് നമുക്കിവിടെ കിട്ടുകയും ചെയ്തു. സോ DHL ആണ് ഒരു ഓപ്ഷൻ. പിന്നെ ഗരുഡ വേഗ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം എൻ്റെ ഈ സാധനം, ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ആ വഴി അയക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വാച്ച് വാങ്ങിച്ച്
അത് വായിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇല്ല, ബാറ്ററി ഐറ്റങ്ങളൊന്നും കയറ്റി വിടത്തില്ല എന്നാണ് പറഞ്ഞത്. സോ ഇതാണ് എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ, മീൻസ് നാട്ടിൽ നിന്ന് വന്നൊരു പെട്ടി എന്താ പറയുക ഷിപ്പ് ചെയ്യുമ്പോഴുള്ള കാര്യം. അപ്പോൾ ഗൈസ് ഇത് ഞാൻ പറഞ്ഞ പോലെ DHL വഴിയാണ് അയച്ചത്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് DHL ഓഫീസിലേക്ക് കൊണ്ടുപോകുക. നിങ്ങൾ നിയർ ബൈ ആയിട്ട് തപ്പിയാൽ മതി. അപ്പോൾ അവർ ഇതേപോലെ ബോക്സും കാര്യങ്ങളൊന്നും വേണ്ട, സാധനങ്ങൾ കൊണ്ടുപോയി അവർ തന്നെ പാക്ക് ചെയ്ത് കാര്യങ്ങൾ അയച്ചു തരും. വേറെ ഇഷ്യൂ ഒന്നുമില്ല. നോർമലി എനിക്ക് പൈസ ആയില്ല. കഴിഞ്ഞ പ്രാവശ്യം അയച്ച സമയത്ത് എനിക്കൊരു $19 കസ്റ്റംസ് ഫീ അടയ്ക്കേണ്ടി വന്നു. എന്തിനാണെന്നറിയില്ല, ബട്ട് ഇപ്രാവശ്യം എനിക്ക് ഒന്നും വന്നില്ല. ഡയറക്റ്റായിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോഴേ ഞാൻ അറിയണത് ഓക്കെ സാധനം എത്തി എന്നുള്ളത്. സോ സംടൈംസ് കസ്റ്റംസ് ഫീസ് വരും, സംടൈംസ് വരത്തില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. സോ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. സോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.